അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മീൻ മുളകുപൊടി ഇട്ടതാണ്. തക്കാളി അരച്ച് മാങ്ങയും മീനും കൂടി ഇട്ടിട്ട് എളുപ്പത്തിൽ പണി കഴിയും. അതിനും വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ മീൻ കറി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇതിലേക്ക് ഒരു 8 തക്കാളി, ഒരു 5 പച്ചമുളകും, ഒരു കണ്ട ഇഞ്ചിയും, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി. ഈ തക്കാളി ഒന്ന് നല്ല അരച്ചിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇഞ്ചി ചതുക്കിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് ആവശ്യത്തിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇതൊന്ന് നല്ല മിക്സ് ആക്കിങ്ങാണ്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. ഈ മീൻ മുറിച്ച് കഴുകി വെച്ചതാണ്. പിന്നെ ഒരു കണ്ടം മാങ്ങ എടുത്ത് മുറിച്ചും വെച്ചിക്കണേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടല്. ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളി മതി. തക്കാളി അരച്ചിട്ടുണ്ട്, മാങ്ങ ഇടുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് പുളി ഇട്ടാൽ മതി. മീൻ കറി ഉണ്ടാക്കൽ ബുദ്ധിമുട്ടാണെന്നുണ്ട് വിചാരിച്ചവർ ഇതൊന്നും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. എളുപ്പത്തിൽ പണിയും കഴിയും, നല്ല ടേസ്റ്റും ആണത്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കട്ടെ. കൂടുതൽ ഇളക്കാൻ പോണ്ടേ, മീൻ ഒടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളെ കറി ആയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ച് നമുക്ക് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് അതിന് ശേഷം കുറച്ച് ഉള്ളി ചോദിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയിലൊരു ചെറിയ ടിപ്സ് ഉണ്ട് കേട്ടോ. കറി അതിൻ്റെ ശേഷം കുറച്ച് ഒരു വെള്ളത്തിൻ്റെ കണ്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ വെക്കും. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇടാത്ത. ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും മത്തി പൊരിച്ചത്. അതിനും വേണ്ടി ഞാൻ 4 മത്തി കഴുകി മുറിച്ച് വെച്ചിരുന്നു. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ജീരകപ്പൊടിയും ഇട്ട്, പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ഒഴിക്കുമ്പോൾ നല്ല മസാല പിടിച്ച് കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളം ഒഴിക്കാതെ അങ്ങനെ കുറച്ച് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി, അതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു വട്ടം മീൻ കറി ഉണ്ടാക്കി നോക്കേണ്ടേ, എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉണ്ടാക്കിയിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഒരു റെസിപ്പി ആയിട്ട് കാണാം.